ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മഴ ആയാലും വെയിലായാലും വീട്ടമ്മമാർ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് പല്ലി, പാറ്റ, ഉറുമ്പ്, ഈച്ച തുടങ്ങിയ ജീവികളെ കൊണ്ടുള്ള ശല്യം. ചെറിയ പ്രാണികൾ അടുക്കള ഭാഗത്ത് ധാരാളമായി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭക്ഷണത്തിലും മറ്റും വീണ് പലവിധ അസുഖങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. എന്നാൽ ഇവയെ തുരത്തി ഓടിക്കുന്നതിനായിട്ട് പല വഴികളും ചെയ്ത് മടുത്തവരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. എന്നാൽ ഈ പറയുന്ന വഴിയൊന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. വീട്ടിലുള്ള പല്ലി, പാറ്റ, ഈച്ച എന്നിവയെ തുരത്താനുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പല്ലി, പാറ്റ, ഈച്ച, ഉറുമ്പ് എന്നിവയെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്നവരാവും വീട്ടമ്മമാർ. അപ്പോൾ അവയെ തുരത്തി ഓടിക്കാനുള്ള ഒരു എളുപ്പമായിട്ടുള്ള ഒരു മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനായിട്ട് ഞാനിവിടെ തീപ്പെട്ടിയാണ് എടുക്കുന്നത്. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ബൗൾ നിറയാനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തീപ്പെട്ടിക്കൊള്ളിയാണ്. ഇതുപോലെ കുറച്ച് തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ വരെ ഒന്ന് ഇതിലെ മരുന്ന് വെള്ളത്തിലേക്ക് ലയിച്ച് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ തീപ്പെട്ടിക്കൊള്ളികൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം 1 മണിക്കൂർ കാത്തിരിക്കാം. 1 മണിക്കൂർ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഇതിലെ മരുന്നുകളൊക്കെ വെള്ളത്തിൽ ലയിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 9 തീപ്പെട്ടിക്കൊള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇതിലെ മരുന്നുകളൊക്കെ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഈ മിക്സ് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുക്കളയിൽ ശല്യക്കാരായിട്ടുള്ള പല്ലി, പാറ്റ, ഈച്ച എന്നിവയൊക്കെ വരുന്ന ഭാഗങ്ങളിൽ തളിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ശല്യം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ തയ്യാറാക്കി ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ആവാതിരിക്കാനായിട്ട് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സ് വീഡിയോകളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.